അതപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഒരു i20 പെട്രോളിൻ്റെ ABS മോഡ്യൂൾ കംപ്ലൈൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ബ്രേക്ക് അതിന് പ്രശ്നം വെച്ചാൽ നമ്മൾ ബ്രേക്ക് ഇങ്ങനെ നമ്മൾ വണ്ടി നല്ല സ്പീഡിൽ പോയി ബ്രേക്ക് വെട്ടി കഴിഞ്ഞാൽ വണ്ടി സഡനായിട്ട് ബ്രേക്ക് വെട്ടിയ വണ്ടി നിൽക്കില്ല. വണ്ടി ഇങ്ങനെ ഒഴുകി ചെന്ന് മറ്റുള്ളൊരു വണ്ടിയുടെ ബാക്കിൽ നമ്മൾ ബ്രേക്ക് വരണമെങ്കിൽ ആ വണ്ടിയുടെ പുറകെ ചെന്ന് ഇടിക്കുന്ന രീതിയിൽ വണ്ടി ഒഴുകി അങ്ങനെ ചെല്ലും. അപ്പം നിൽക്കില്ല, എന്ത് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നിൽക്കില്ല സഡനിൽ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. ബ്രേക്ക് ഉണ്ട്, പക്ഷേ ബ്രേക്ക് പെടൽ നല്ല കല്ലപ്പെടലായിട്ട് നിൽക്കും, വണ്ടി നിൽക്കില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ABS മോഡ്യൂളാണ് സ്കാൻ ചെയ്തിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉള്ള ഇതിൻ്റെ പ്രശ്നമാണ് കംപ്ലൈൻറ്റ്. ഇതിൽ നമ്മൾ പൈപ്പ് ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ വേണ്ടി പൊട്ടിക്കുമ്പോൾ ഒരു പൈപ്പിനകത്ത് ഫ്ലൂയിഡ് വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ അത് നമ്മൾ അയച്ചെടുത്തിട്ട് ഇത് സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്, സർവീസ് ചെയ്ത് അവസാനം കയറുമ്പോൾ ശരിയാവാറുണ്ട്. പക്ഷേ ഇത് എന്ത് ചെയ്ത് സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് i20 പെട്രോൾ സർവീസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് പുതിയത് വാങ്ങാമെന്ന് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ 45 രൂപ പുതിയ സാധനത്തിന് വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ അത്രയും വില കൊടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നമ്മളിത് സെക്കൻഡ്, അത് വാഹനം പൊളിക്കുന്നതോടൊപ്പം നമ്മൾ സെക്കൻഡ് ഒരു മോഡ്യൂൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സെക്കൻഡ് മോഡ്യൂൾ നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനാണ് ഇതിന്. അപ്പോൾ അതിനായിട്ട് നമ്മൾ അത് അഴിച്ചെടുത്തിട്ട് പഴയത് നമ്മൾ അഴിച്ചെടുത്ത് ഇതിനകത്ത് പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സെയിം നമ്പറിൽ തന്നെയുള്ള സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് ഒരു കണക്ഷൻ ഉണ്ട്, അതിലൊരു ABS മോഡ്യൂളിലേക്ക് തന്നെ ഒരു കപ്ലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വിടിച്ച് നമ്മൾ പൈപ്പെല്ലാം വിടിച്ചിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് പൊക്കി പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്തിട്ട് ഈ രണ്ട് സാധനങ്ങളും ഇത് തമ്മിൽ സെയിം ആണെന്ന് കൂടി നോക്കണം പുറത്ത് വെച്ച്. കാര്യം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നോക്കിയെങ്കിൽ പുറത്ത് വെച്ചിട്ട് ഇത് സെയിം ആണോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. രണ്ടും അതിൻ്റെ പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉറപ്പാണോ, കണക്ഷൻ ഇപ്പോൾ വരുന്ന ഫ്യൂൽ ലൈൻ കണക്റ്റ് ആണോ, സോറി ഇപ്പം മറ്റേ ഫ്ലൂഡിൻ്റെ ലൈൻ കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്ത് കയറ്റി വെച്ചിട്ട് കയറ്റുക. എന്നിട്ട് എയർ എടുത്ത് ബ്ലീഡ് ചെയ്ത് എയർ എടുത്ത് നമ്മൾ പെടലൊക്കെ ഇട്ടെടുത്ത് വണ്ടി പിന്നെ നമുക്ക് ഓടിച്ച് നോക്കി ചെക്ക് ചെയ്ത് നോക്കണം. ചവിട്ടി 2 പ്രാവശ്യം ചവിട്ടിയാലാണ് ഇതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓടിച്ചൊക്കെ നോക്കി കറക്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്രേക്ക് കൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് മാക്കിൻ്റെ ബ്രേക്ക് കൂടാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് .3 .4 കുഴപ്പമില്ല. ഇപ്പോൾ .4 ശരിക്കും നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ ക്യാപ്പിൽ എഴുതിയിട്ടുണ്ട് .3 and .4 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ .4 ഉപയോഗിക്കുന്നത്, മാക്കിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിച്ച് നമ്മളിന് ഇത് ബ്ലീഡ് ചെയ്യണം, ബ്ലീഡ് ചെയ്താലാണ് പെടലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതെല്ലാം അതിനകത്ത് ഒരു 6 ലൈൻ വരുന്നുണ്ട് ബ്രേക്കിൻ്റെ. രണ്ട് ഇതിനകത്ത് മാസ്റ്ററിൽ നിന്നും വരുന്നുണ്ട്, അതുപോലെ 4 വീലിലേക്കും പോകണം. അങ്ങനെ 6 ലൈൻ മൊത്തം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ബ്ലീഡ് ചെയ്തെടുത്തിട്ട് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് നമ്മൾ വണ്ടി ബാക്കി ഫ്ലൂഡ് ഫില്ല് ചെയ്തിട്ട് അപ്പോൾ തിളച്ച് നമ്മൾ വാഹനം ഓടിച്ച് നോക്കണം. ഓടിച്ചൊക്കെ നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.